ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ രാഹുൽ ഈശ്വറിനോട് വളരെ പെട്ടെന്നുള്ള ഒരു ഉത്തരത്തിനായി ഒരു ചോദ്യം. രാഹുൽ ഈശ്വർ ഈ ചർച്ചകളിലൊക്കെ പറഞ്ഞിരുന്നത് പത്മകുമാർ സാർ ആവരുതേ, പത്മകുമാർ സാർ അറസ്റ്റിൽ ആവരുതേ, അങ്ങനെയാണ് എൻ്റെ പ്രാർത്ഥന എന്നാണ്. രാഹുലിൻ്റെ പ്രാർത്ഥന അയ്യപ്പൻ കേട്ടില്ല, പത്മകുമാർ അറസ്റ്റിലായി, ഇപ്പോൾ കൊല്ലം കോടതിയിൽ എത്തിച്ചിരിക്കുന്നു. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. യഥാർത്ഥത്തിൽ കൂടുതൽ വിഷമം തോന്നുന്നത് ഇപ്പൊ വാസു സാറൊക്കെ ആദ്യം മുതലേ വിശ്വാസികളെ തോൽപ്പിക്കാൻ ശ്രമിച്ചൊരു വ്യക്തിയാണ്. പക്ഷേ ബാലൻസ് എങ്കിലും ചെയ്യാൻ, അല്ലെങ്കിൽ ബാലൻസ് എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് കാണിക്കുകയെങ്കിലും ചെയ്ത ഒരാളാണ് പത്മകുമാർ സാർ. അദ്ദേഹത്തെ പോലൊരു വ്യക്തി ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ടെന്നും അതിന്റെ മുഖ്യ സൂത്രധാരനാണെന്നും ഒക്കെ വാർത്തകൾ വരുമ്പോൾ സാധാരണ വിശ്വാസികൾക്ക് വളരെ വേദനയോടെ മാത്രമേ കാണാൻ കഴിയുള്ളൂ. അദ്ദേഹത്തെ പോലൊരു വ്യക്തി ഇനിയാണെങ്കിലും എന്തായാലും ഹൈക്കോടതി ക്ഷമിക്കില്ല, അയ്യപ്പന്മാർ ക്ഷമിക്കില്ല. അയ്യപ്പനോടെങ്കിലും സമസ്താപരാധം പറഞ്ഞ് തന്റെ തെറ്റുകൾ ഏറ്റുപറയണമെന്നാണ് പറയാനുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കുക, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിൽ അറസ്റ്റിലാകുന്ന ദേവസ്വം പ്രസിഡന്റുമാരാണ് വാസു സാറിന്റെ കാലഘട്ടം വേറെയായിരുന്നു, ഇനി പത്മകുമാർ സാർ. തീർന്നില്ല, ഇത് വാതിൽ പടികളാണ്, കട്ടളപ്പടികളാണ്. ഇനിയും ദ്വാരപാല ശില്പങ്ങളുടെ കാര്യം ഇതൊരു ഇടവേളയ്ക്ക് ശേഷം എത്താം. ഞാനിപ്പോൾ ആലോചിച്ചത്, മുമ്പെങ്ങാണമായിരുന്നു രാഹുൽ ഈശ്വർ ജീവിച്ചിരുന്നതെങ്കിൽ വെള്ളായടി പരമു സാർ, ഇത്തിക്കര പക്കി സാർ എന്നൊക്കെ പറയുമായിരുന്നു. ഇടവേളയ്ക്ക് ശേഷം എത്താം. മുതലെടുക്കണേണ സജി.